வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட மாம்ஸ் பாஸ் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். அது போக என் கசின் நியூ என்ட்ரி டு த ஃபேமிலி விஜய் ஃப்ரம் கும்பகோணம். ஹலோ. ஹலோ. இவரு அவருக்கு மாமா, நான் இவருக்கு மாமா. நல்ல காம்போ. அத்தான். ஸோ லாங்குவேஜ் மாறும். ஓகே. ஆக்சுவலி நீங்க நம்ம என்ன படம் பார்க்க போறோம் அப்படின்னா, உன்னி முகுந்தன் இல்ல, முகுந்தன் உன்னி அசோசியேட் பார்க்க போறோம். இது நம்ம வினித் ஸ்ரீனிவாசன் நடிச்சிருக்காரு. இது என்ன மாதிரி படம் நினைக்கிற நீ? நோ ஐடியா. ஓகே, எனக்குமே வந்து நோ ஐடியா தான். கோர்ட் ரூம் த்ரில்லர் நினைக்கிறேன். கரெக்டாக கிரைம் த்ரில்லர் கோர்ட் ரூம் ட்ராமா. இது ஆக்சுவலாக போல்ல போட்டிருந்தோம். இது நம்மள வந்து நிறைய பேர் வாட்ச் பண்ண சொல்லியிருக்காங்க. ஓகே ஓகே. எனக்குமே வந்து இந்த மாதிரி மூவிஸ்லாம் ரொம்ப பிடிக்கும். எனக்கு வந்து நேரு, அப்புறமேட்டு வேற ஏதோ ஒரு படம் பார்த்துமே என்ன படம், இது மாதிரி கோர்ட் ரூம் ட்ராமாவே பார்த்துருந்தோம். ஜனகணமன. ஸோ அந்த மாதிரி படம்லாம் எனக்கு ரொம்ப பிடிக்கும். ஸோ அந்த வரிசையில் இது அப்படிங்கிறப்ப பார்க்கலான்ட்டு இருக்கோம். நீங்கள் நிறைய பேர் வந்து சாந்து பொட்டு, கல்யாணராமன், அப்புறமேட்டு ஈ பறக்கும் தாலுக்கு அதெல்லாம் கேட்டிருக்கீங்க. ஆக்சுவலி இதெல்லாம் வந்து பண்ண போகிறோம். ஆன் டாப் ஆஃப் இட் நம்ம லாலேட்டனோட வந்து பர்த்டே இது இன்னைக்கு. ஸோ நம்ம என்ன பண்ண போகிறோம்னா, இந்த வீக்கெண்ட் ஃபுல்லாக வந்து லாலேட்டன் வீக்கெண்டுன்னு சொல்லிட்டு மோகன்லால் படமாக போட போகிறோம். நெக்ஸ்ட் வீக்கெண்ட் வந்து நம்ம ஒவ்வொரு ஹீரோவை எடுத்துட்டு ஒரு ஹீரோக்கு டெடிகேட் பண்ணி ஒரு வீக்கெண்டாக போட போகிறோம். இப்போ இந்த படத்துக்குள்ள போயெல்லாம் படத்தை முடிச்சு டிஸ்கஷன் சொல்லலாம். போயலாமா? போயிடும். ഇത് ഭൂലോകം, ഇത് ബെൻസ് കാർ. ഓക്കെ. என்னப்பா அது? ഇത് ഞാൻ, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. വീട് ഓ, കൽപ്പറ്റ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 30 വയസ്സ് തികയും മുമ്പേ സക്സസ്ഫുൾ ആവണമെന്നാണ്. സക്സസ്ഫുൾ ആവാൻ ആവശ്യമുള്ള 4 ഘടകങ്ങൾ: ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, പെർസിവറൻസ്, ഡിസിപ്ലിൻ. ഈ 4 എനിക്കുണ്ട്. പക്ഷേ ഇന്നേ വരെ എനിക്ക് സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണിക്ക് എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് ശേഷം സ്ട്രെച്ച് ചെയ്ത്, പുഷപ്പ് എടുത്ത്, കണ്ണട ധരിച്ച്, ബെഡും തലേണയും വൃത്തിയാക്കി, തുണി നന്നായി അലക്കി, തുണി നന്നായി മടക്കി, എൻ്റെ 2012 മോഡൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നല്ലവണ്ണം തുടച്ച് വെടിപ്പാക്കും. പക്ഷേ ഈ മാസം എനിക്ക് 2012 മോഡൽ, അത് വേറെ മാറി இருக்கும். പതിവ് പോലെ എൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഫോട്ടോഷോപ്പിൽ കയറ്റി ഞാൻ ജനിച്ച വർഷം മാറ്റും. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് എനിക്ക് 29 വയസ്സാണെന്ന് ഗവൺമെൻറ് അതോറിറ്റീസിനും അമ്മയ്ക്കും എനിക്കും മാത്രമേ അറിയൂ. പക്ഷേ ഇനി ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വർഷം ഞാൻ സക്സസ്ഫുൾ ആയിരിക്കണം. ബിക്കോസ് ഐ ഡിസേർവ് എ ഗുഡ് ലൈഫ് വിത്ത് ലോട്ട്സ് ഓഫ് ഹാപ്പിനെസ്. ലോട്ട്സ്. ഉണ്ണി മുകുന്ദൻ പേര് വെച്ച് അവർ ஞாபகம் വന്നു சொல்லிட்டு മുകുന്ദൻ ഉണ്ണി പേര് വെച്ചിട്ടാരോ? ഞാൻ നിന്റെ ബാഗിൽ മൂസാക്കിന്റെ ഡോക്യുമെന്റ്സിന് കൂടെ എന്റെ ഒരു ഫയൽ പെട്ടിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യോ? എന്നിട്ട് അർജന്റായി MLA രേഷ്മ ജോർജിന്റെ വീട്ടിലേക്ക് വാ. MLA രേഷ്മ ജോർജ് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ കുടുങ്ങി MLA സ്ഥാനം പോലും നഷ്ടപ്പെട്ടേക്കാമെന്ന അവസ്ഥയിലാണിവർ. ഭർത്താവും മുൻ മന്ത്രിയുമായ ജോർജ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. എന്റെ സീനിയറായ ഗംഗാധരൻ വക്കീലാണ് ഇവരുടെ കേസ് വാദിക്കുന്നത്. നോക്കട്ടെ. ഇതന്നെയാ. ഓക്കേ. ബട്ട് ഷീ നീഡ്സ് എ മച്ച് ബെറ്റർ ലോയർ. എന്നെ പോലെ ഒരാൾ അല്ല, ഞാൻ തന്നെ. Extremely good looking and intelligent. Actually, மிரர் ஷாட் வெளில இருந்து எடுத்துட்டு நீங்க ஜூம் பண்ணில ஷோல்டர் ஷாட் கேமரா தெரியாம எடுத்துருக்காங்க. ജോർജ് ഇല്ലിക്കലിന്റെ ടെൻഷൻ കണ്ടാ തോന്നും ഇങ്ങേരാണ് MLA എന്ന്. ഇതിന്റെ അകത്ത് കുറച്ച് ഡിഫറെന്റാ. കോടതി വിധിച്ചു രേഷ്മ ജോർജ് രാജിവെക്കും. ബട്ട് ലുക്ക് അറ്റ് MLA. താങ്ക്യൂ മാം. ഷീ ഈസ് സോ കാം ആൻഡ് പീസ്ഫുൾ. പക്ഷേ ഇവിടെ ഡിസൈഡിംഗ് അതോറിറ്റി ഇവരല്ല. ഐ ഷുഡ് ഇംപ്രസ് ഹിം, നോട്ട് ഹർ. സാർ, എൻ്റെ വീട് സാറിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്, കൽപ്പറ്റയില്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ ജഡ്ജിയുടെ പേരെന്തായിരുന്നു? പേരെന്താ ജഡ്ജിയുടെ? സംഗമേശ്വരൻ. സാറേ, ബിഷപ്പിനെ കൊണ്ടൊന്ന് പറയിച്ചാലോ? ഓൾറെഡി കോർട്ട് ഓർഡർ ആയതല്ലേ ചക്കപ്പ. എലക്ഷൻ മുമ്പ് തീർക്കണോ? இவரு கான்ஃபிடென்ட்டா இருக்காரு, செல்ஃப் கான்ஃபிடன்ஸ் இருக்கு, பட் இன்ட்ரோவர்ட் போல. മൂപ്പരുടെ സത്യാങ്മൂലം ഒപ്പിട്ടിട്ട് നേരെ ഓഫീസിലേക്ക് വന്നോ? பை தி வே என்னோட ஹேர் ஸ்டைல் வச்சிருக்காரு. എന്തേ? ഈ കേസ് ഗംഗാധരൻ വക്കീൽ വാദിച്ചാൽ ജയിക്കുന്ന സാറിന് ഉറപ്പുണ്ടോ? ഗംഗാധരൻ വക്കീലിന് അയാളുടെ 100 കേസിൽ ഒരു കേസ് മാത്രമാണിത്. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇതെന്റെ ആദ്യത്തെ കേസാണ്. MLA ജയിക്കുക എന്നുള്ളത് സാറിനേക്കാളും കൂടുതൽ എൻ്റെ ആവശ്യമാണ്. ഈ കേസിന്റെ വക്കാലത്ത് ഓൾറെഡി കൊടുത്തതാ മോനെ. സർ, ഈ ഓർഡർ ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഹൈക്കോർട്ടിൽ നിന്ന് സ്റ്റേ മേടിക്കാൻ പറ്റും. ചക്കപ്പ വണ്ടി എടുക്ക്. സർ, ജഡ്ജിന്റെ ലാപ്ടോപ്പിൽ ഓർഡറിന്റെ 2 കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ MLA കുറ്റക്കാരി, മറ്റതിൽ നിരപരാധി. എന്നിട്ട് സാറിന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒക്കെ വെച്ച് ഹൈക്കോർട്ട് രജിസ്ട്രാറിനെ കൊണ്ട് ലാപ്ടോപ്പ് ഇൻസ്പെക്ട് ചെയ്യിക്കുക. ഒരേ കേസിന് 2 വ്യത്യസ്ത വിധി ജഡ്ജിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയാൽ ഓർഡർ ഫേക്കാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും.
ഇവർ ഇത്രയും ആക്ച്വലി clever ക്രിമിനൽ ആയ ആയിട്ടില്ല, idea ഞാൻ പറഞ്ഞിട്ട്. ക്രിമിനലാണ് റൈഫ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഈ താടിയാണ് രേഷ്മ ജോർജിന്റെ അധപതനത്തിന് കാരണം. പാവം, അവർക്കിതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം. മാഡം, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി ഹിയർ. ഞാനൊരു വക്കീലായിട്ടല്ല, ഭൂരിഭാഗം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് പറയാം. മാഡം കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവണം. ഇങ്ങനെ ഭർത്താവ് പറയുന്നത് കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. ദിസ് ഇസ് 2021. വിമൻ ഷുഡ് ബി എംപവർഡ്. വി നീഡ് മോർ എംപവർഡ് വിമൻ ലീഡേഴ്സ് ഇൻ എ ഷോവനിസ്റ്റിക് സ്റ്റേറ്റ് ലൈക്ക് കേരള. MLA ക്ലാസ് എടുക്കണം. രേഷ്മ ജോർജ് മെസ്സേജ് കണ്ടു, റിപ്ലൈ അയച്ചില്ലല്ലോ. അവരെന്താ അയക്കാത്തത്? നീ എവിടെയായിരുന്നു? ഗംഗാധരൻ സാർ അന്വേഷിക്കുന്നുണ്ട്. സാർ നമ്മുടെ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ കക്ഷിക്ക് ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാ. സോ നെക്സ്റ്റ് ഹിയറിംഗിന് സാർ തന്നെ അപ്പിയർ ചെയ്താ. ഗംഗാധരൻ വക്കീൽ പൊട്ടാൻ പോകുന്ന കേസ് വാദിച്ച ചരിത്രമില്ല ജോമി. ജോമി തന്നെ അപ്പിയർ ചെയ്തോ? വേണ്ടെന്ന് ജോമിനെ അപ്പയർ ചെയ്താൽ ഓക്കെ സാർ. അഫിഡവിറ്റ് ഒപ്പിടുവിച്ചോ? നീ ആരാ MLAക്ക് അഡ്വൈസ് കൊടുക്കാൻ? അഡ്വൈസോ? എനിക്ക് മനസ്സിലായില്ല സാർ. മാത്യൂസേ, ഇവന് കൊടുക്കാനുണ്ടെന്താ കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. നാളെ മുതൽ നീ വരണ്ട. That was quick and unexpected. அவங்கலாம் லிங்க்ல தான் இருப்பாங்க. കേസിൽ നിന്ന് കിട്ടുന്ന ആളെ കിട്ടുന്ന കരുതി ഈ കളവന്റെ കൂടെ എത്ര കാലം വെച്ചാൽ വർക്ക് ചെയ്യാം. அவ்வளோ பர்ஃபெக்ட் MLA அட்வைஸ் கொடுக்கலாமா? ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. ப்ரொஃபஷனல் அட்வைஸ்னா பரவாயில்ல, பர்சனல் அட்வைஸ் அது. என்ன ஒண்ணு நீ பேசுறதே அவங்க கேட்க மாட்டேறாங்கறப்ப அவங்களுக்கு எதுக்கு நம்ம அப்படி சொல்லிக்கிட்டு. എഡിറ്റ് നല്ല കൂളാ இருக்கு. 30 ദിവസം കൂടി നിർത്താതെ കറങ്ങിക്കൊണ്ടേയിരുന്നു. കൂടെ ഞാനും. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് തേച്ച് ഷർട്ടും വാച്ചും ഷൂസും ധരിച്ച് കേസിന് വേണ്ടി കറങ്ങിക്കൊണ്ടേയിരുന്നു. ഈ കേസിൽ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി വീക്കാ. ഒരു ഇന്റർലോക്യൂട്ടറി പ്രൊസീഡിങ്ങിന് കൊടുത്ത് ഇൻട്രോഗേറ്ററീസ് എടുത്ത് ജഡ്ജ്മെന്റിന് നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്കൊരു ഗാർണിഷ് ഓർഡർ ട്രൈ ചെയ്യാം. ഈ വക്കാലത്തിലൊന്ന് ഒപ്പിട്ടേക്ക്. അതല്ല വക്കീലേ. അയ്യോ പേടിക്കണ്ട, ഇതൊരു പ്ലെനി പൊട്ടൻഷ്യലി പ്രൊസീജിയർ ആൻറ്റി. അല്ല അതല്ല, എൻ്റെ മോൾ ഇന്നലെ വന്നിരുന്നു. ഓള് വക്കീലിന്റെ പ്രൊഫൈല് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പോരാന്ന് പറഞ്ഞ് വേറൊരു അഡ്വക്കേറ്റിനെ സെറ്റാക്കി. ഞാനത് പറയാനാ വന്നേ. ഒന്നും തോന്നല്ലേ വക്കീലേ? ഇത് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ നേരിട്ട് വന്നേ. ஆக்சுவலி நான் படத்தை வேற வைப்ல எக்ஸ்பெக்ட் பண்ணேன். ഇറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു കേസ് நான் பெரிய கேஸை அதை எடுத்து முடிச்சு விட போறேன். வெயிட் பண்ணு. நான் தான் நினைக்கிறேன். பட் சீரியஸா இருக்கு நினைச்ச படம், நல்லா வைபா தான் போகுது. ஆமா, മൈ ഫ്യൂച്ചർ ലുക്സ് ബ്ലീക്ക്. റോബിൻ ആണെങ്കിൽ അഡ്വൈസ് ചെയ്ത് വെറുപ്പിക്കുന്നു. അപ്പൊ പണിക്കർ സാറിന്റെ കേസ് എന്തായി? കൺസ്യൂമർ കോടതി ഫയലുണ്ടേ, അത് നടന്നില്ലേ? നീ വക്കാലത്തിന് പുറകെ നടക്കാതെ എന്റെ കൂടെ വാ. അവന്റെ കൂടെയോ? ഞാനോ? സ്വപ്നം. ലോയർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെ പോകണോ? ഞാനും അത് നിனைச்சேன். രണ്ടെണ്ണം ചൂടോട് പോരട്ടെ. മൂന്നാക്കി വെച്ച് എന്താ വക്കീലേ? എല്ലാവരും ചുരം കയറി വരുന്നുണ്ടല്ലോ. കേസ് വല്ല ജയിക്കോ? ജയിക്കാൻ സാധ്യതയുള്ള കേസാണെങ്കിൽ സാർ എന്നോട് വാദിക്കാൻ പറയോ? அவர் அருமையான ஆளா இருக்காரு. കേസ് തോറ്റല്ലോ. ആഴ്ചക്ക് കമ്പനി ചെലവില് ഇവനെ കാണാമല്ലോ. ഓവർ ആക്കണ്ട. ஓ லவ்வர்ஸ் அவங்க. സയൻസ് വന്നു തുടങ്ങി. വേങ്കേരി പിടിച്ചോ. அப்படியா? அவர் சொன்னது கூட அப்படிதான். നനച്ചൂടെ റോബി? നാട്ടു പഠിച്ച് നിക്കാൻ വയ്യ. ഈ ചോദ്യം ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് വക്കില്ല, ആരുടെ അസിസ്റ്റന്റ് അല്ല. സോ പ്ലീസ് റെസ്പെക്ട് മൈ അതോറിറ്റി. இன்சல்ட் பண்றான். ஆமா. അല്ല, അസിസ്റ്റന്റ് അല്ല, പെറ്റി വക്കീല. മുഷിഞ്ഞ പാൻസും അഴുക്ക് പറ്റിയ ഷർട്ടും മുടിയും ചെയ്യാതെ ஓகே. ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് 800 രൂപ വാങ്ങുന്ന പെറ്റി വക്കീൽ. இவருக்கு இவரை பத்தி പഠിച്ചത് പെറ്റി വക്കീലാവാനല്ല. ഐ ഹാവ് செல்ஃப் பிரைஸ் அதிகமா பண்ணிக்கிறாரு. அடுத்தவங்கள ரொம்ப அண்டர் எஸ்டிமேட் பண்றாரு. മുൻ MLA രേഷ്മ ജോർജിനെതിരുള്ള കേസ് വിധിച്ച ജഡ്ജ് R സംഗമേശ്വരന് സ്ഥലം മാറ്റി. ஏய் இங்க பாரு, அவர் யார் தெரியுதா? സംഗമേശ്വരനെ കൽപ്പറ്റ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവര് ഇതിന്റെ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അടുത്ത ഇലക്ഷനിൽ ചക്കപ്പത്തി. പാർട്ടി പുതിയ സ്ഥാനാർത്ഥികളെ തേടുമെന്ന് അവർക്ക് KNP പാർട്ടി പ്രസിഡന്റ് രാജീവൻ വ്യക്തമാക്കി. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ പാർട്ടി വെച്ചുപൊറിപ്പിക്കില്ലെന്ന് പാർട്ടിയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റായതിനു ശേഷമുള്ള തന്റെ തീരുമാനങ്ങൾ അതിനുവേണ്ടിയാണെന്നും രാജീവൻ പ്രസ് മീറ്റിൽ പറഞ്ഞു. உண்மையில்மா. கடிச்சிருச்சா என்ன? இல்ல கீழே விழுந்துட்டாங்க நினைக்கிறேன் பார்த்து. പാമ്പിന്റെ കൊത്തിന് 20 വരെ കൊല്ലാൻ കഴിവുള്ള മനോഹര സർപ്പം, ദ ക്ലാസിക് കോബ്ര. Charismatic, எக்ஸ்பிளனேஷன்லாம் அப்புறமா கொடுக்கலாம்யா, பொறுத்தி விடுங்க. and dangerous. நான் ரீசெண்டா பார்த்தேன், கேரளால ஃபுல்லா பாம்பா எல்லா வீட்லயும் போயிட்டு இருக்கு. சம்மருக்கு எல்லார் வீட்லயும் பாம்பா கிடக்குது. உனக்கு பாம்பு பார்த்தா பயமா இருக்குமா? எனக்கு பயம், எனக்கு ரொம்ப பயம். எனக்கு பார்த்தாலே அடிக்கணும்னு தோணும். எனக்கும் ப்ளூ கிராஸ்ல இருந்து வந்துட போறாங்க தோணுதான் சொன்ன, அடிக்க மாட்டேன்.
സ്കാനിംഗ് റിപ്പോർട്ട് എടാ അമ്മക്ക് എന്തുറ്റി? ഒന്ന് വീണതാ, കാല് ഫ്രാക്ചറായി. ഓ നോ. 20. ഓപ്പറേഷന് മുന്നേ ഒരു 50,000 രൂപ അടയ്ക്കണം. ഫുൾ എമൗണ്ട് ഇപ്പം തന്നെ അടയ്ക്കണോ? വേണ്ട, 50,000 ഇപ്പൊ കെട്ടിവെച്ചാൽ മതി, ബാക്കി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. നീജിയാ. വെറുതെ നോക്കി ചിരിക്കുന്നു. ഇங்கதான் இருக்கு சீனியா ஹாலு. ഫ്ലോട്ടിംഗ് വിത്ത് മീ. ഓക്കെ. ആ കൗണ്ടറിൽ പോയാൽ മതിയായിരുന്നു, ഡിസ്കൗണ്ട് വല്ലതും കിട്ടിയാണ്. നീ ഇന്ന് കോടതിയിൽ പോയില്ലേ? നീ ആ മനോജറിനറിയില്ലേ? എടാ ബുള്ളറ്റ് പോണ തടിയാൻ അങ്ങേറെ കൊണ്ട് WM പഠിക്കുന്നത്. ആ ചെറുക്കൻ നാടകത്തിൽ വക്കീലിട്ട് അഭിനയിക്കാൻ വേണ്ടി കോട്ട് വേണമെന്ന് 500 രൂപ പറഞ്ഞു. പിന്നെ പരിപാടി കഴിയുമ്പോൾ അലക്കും തരും. ഞാൻ കൊടുത്തു. 300 നഷ്ടമായിച്ചേ ബാസണ. 7500 ഉണ്ട്. അത് പറ്റില്ല, 50,000 തന്നാലേ ഓപ്പറേഷൻ നടക്കും. ചാക്കോ 40 വയസ്സ്, 85,000. ഇവിടുത്തെ എംപ്ലോയീസിന്റെ ഫാമിലിക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലേ? ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? മീനാക്ഷി. ഇത് മീനാക്ഷിയുടെ ഫാമിലി എന്ന് പറഞ്ഞൂടെ? അതായാലും 10% ഡിസ്കൗണ്ടേ ഉള്ളൂ. ഏതായാലും 7,500 നടക്കില്ല. ഇതൊന്നും നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. என்ன ஒவ்வொருத்தருக்கு தெரியல. ജാനകി ആരാ? അമ്മയാ? ഓ ഓക്കെ. ഫണ്ട്രൈസർ இருப்பாரோ? മീനാക്ഷി ഇന്നലെ ലീവ് தெரியல இருக்கலாம். ആ ഡോക്ടർ, PSC എക്സാം ഉണ്ടായിരുന്നു. PSC ചെയ്യുന്നുണ്ട്. അതെ. നൈസ്. എന്റെ ഫ്ലേട്ടിങ്ങിനിടെ ഒരു ആവശ്യമില്ലാത്ത മറ്റൊരു ഫ്ലേട്ടിങ്. ഞാൻ ലോഗോ മാറ്റാൻ പറഞ്ഞാണല്ലോ. വേറെ വല്ല ഡിസ്കൗണ്ടും കിട്ടുമോ? ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ല, ഹോസ്പിറ്റലാണ്. என்ன ஸ்கீம்? ഇങ്ങേരുടെ വീട്ടുകാർ മൊത്തം ഹോസ്പിറ്റൽ. தெரியல அவர் மட்டும் கட்டிட்டு இருக்காரு. കുടുംബക്കാരല്ല, കക്ഷികളാണ്. വക്കീൽ. അല്ല, വക്കീലിന്റെ ഏജന്റ്. വക്കീലിന്റെ ഏജന്റ്. അയാൾക്കെന്താ ഇവിടെ കാര്യം? ഐ ഷുഡ് ചെക്ക് ദിസ് ഔട്ട്. ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ. இவன் மனசுக்குள்ள பேசுறத பார்த்தா காக்கா காக்கல சூர்யா பேசிட்டு இருப்பான்ல, ஆமா அதே மாதிரி இருக்கு. அது சீரியஸா இருக்கும் இது. ஆனா சீரியஸா தான் பேசிட்டு இருக்கான் அவன். എന്ത് വിളിച്ച് വീണത്? അയ്യോ, ഇത് ഭയങ്കരമായി പോയല്ലോ. ഒന്നും പറയണ്ട സാറേ. ഇതിലിവിടെ നോപ്പിടണേ. എന്താ പറ്റി ശരിക്കും? രാവിലെ കറക്കാൻ ചെന്നപ്പോ പശു കൊത്തിയതാ. അതെല്ലേ? പശു എന്നിട്ട് പാടുണ്ട്. അത് തൊഴുത്തിലുണ്ട്. അതെല്ലേ? സോമൻ 50 വയസ്സ്, 35,000 മണിച്ചു. அவங்கள்ட்ட இந்த மணி வாங்க போகிறாரோ? தெரியல, அவரே கட்ட சொல்ல போறாரு நினைக்கிறேன். அதுதான் நான் சொன்னேன். ஆளே ஒரு டெரர் பேஸா இருக்காருல்ல. ഈ കോണിൽ നിന്ന് വേണം ആക്സിഡന്റ് ആക്കാൻ പറ്റുമോ? ഒരു ഉപ്പ്. അവിടുത്തെ ജാനകി അമ്മ 56 വയസ്സ്, 50,000. ആ വേണോട്ടാ, ഒരു ഹെയർ ലൈൻ കൂടെ ஏய் சிராஜ் ആ ഇല്ലല്ല കിട്ടിയില്ല. ഓ താഴത്തെ ഫാർമസി കൊടുത്താ കേട്ടാ. സാറേ നമസ്കാരം. വേണോട്ടനാണ്. ഡോക്ടറെ, ആ ഹെയർ ലൈൻ കേസേ മൾട്ടിപ്പിളോ കോമ്പൗണ്ട് ആക്ക്. കഴിഞ്ഞ തവണ 337 ഇട്ടത് 1,00,000 ഒതുക്കി ഇൻഷുറൻസുകാർ. 338 ഇട്ടാ മിനിമം ഒരു 3 കിട്ടും. മണി വയസ്സായ இவனுக்கு ஏதோ ஃப்ராட் தான மணி அமௌண்ட் எடுத்துட்டு இருக்கானே சீனி. ഒരു 30ന്റെ പവർ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ എഴുതണേ. അതൊക്കെ ശരിയാക്കാം. പക്ഷെ അതിന്റെ ഷെയർ കിട്ടേണ്ടി വരും. കാര്യങ്ങളൊന്നും പഴയതുപോലല്ലെന്നേ. ചെയർമാൻ അമ്മ MD എഴുതി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് തന്റെ അമ്മ ഇടിച്ച വണ്ടി. அதனால தான் ஆக்சிடென்ட் கேஸா காமிக்கிறானே. താനിത് നോട്ട് ചെയ്ത് ASIക്ക് ഒരു പരാതി കൊടുക്കും. ഏജന്റ് മണി പറഞ്ഞു എന്ന് പറഞ്ഞു. எனக்கு பல்கா எடுக்கறானுங்க அப்ப அதுல இருந்து. ക്രൈം നമ്പർ 657/2021 16/10/2021 രാവിലെ 10:45 കൽപ്പറ്റ മേപ്പാട് റോഡിൽ കൂടി കൽപ്പറ്റയിൽ നിന്ന് കാന്തൻപാറ വെള്ളച്ചാട്ടം കാണാൻ പോയ ആൾട്ടോ KL 12F 3102 ഇടിച്ചാണ് ജാനകിയമ്മക്ക് പരിക്ക് പറ്റിയത്. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ രതീഷ് കുമാറിന്റെ കൺട്രോൾ തെറ്റി വാഹനം ജാനകിയമ്മ ഇടിച്ചു. ഇടത്തെ സൈഡിലുള്ള മതിലിൽ ഇടിച്ച് ஆனா எப்படி கார் ஓனர்ஸோ இல்ல கார் டிரைவர்ஸ் ஒத்துக்கறாங்க அதுக்கு? காசு வாங்கிக்கிறாங்க போல. இன்ட்ரஸ்டிங். ஆக்டிங் டிரைவர் மாதிரியா? இல்ல ரெண்டு பக்கமும் இது பண்ணிக்கிறாங்க. இப்பதான் உடைக்கிறாங்க. ജോസഫേ, സീൻ മാസ്റ്റർ എഴുതി. ഓക്കെ സർ. அப்பா இது ஒரு நெட்வொர்க்கே இருக்குப்பா. പോലീസുകാരും ഡോക്ടേഴ്സും വക്കീലും ഇൻവോൾവ് ആയിരിക്കുന്ന ഈ കോക്കസ് സാറേ, അതിന്റെ പവർ ഞാൻ വിചാരിച്ചതിലും മെറ്റിക്കുലസ് ആണ്. വൂണ്ട് സർട്ടിഫിക്കറ്റിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ശ്രദ്ധാപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ദിസ്. ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് We have to like കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ഇനി വേണ്ടത് ആധാറിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, പിന്നെ ഒപ്പിട്ടിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക്. പിന്നെ ക്ലെയിം പാസ്സായ നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആകും. അതിൽ നിന്ന് നിങ്ങൾ തന്ന ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് മൊത്തം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഹോസ്പിറ്റൽ ബില്ലുകളടക്കം എല്ലാം അടച്ചിട്ട് ബാക്കി പൈസ അത് ഞങ്ങൾ എടുത്തിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു വിഹിതം നിങ്ങൾക്ക്. ഒരു വിഹിതം. ஓ, இங்கிலீஷ் ஷேர் கிடைக்குது. ഞാൻ അഡ്വക്കേറ്റ് വേണു ഓവി. ஒரு பெரிய ஆக்டரா தெரியும். யங்ல இருந்து நானும் பார்க்கல.
ஓ நீ தமிழ் வீராதிரா சூறாவில் இருப்பாரு தமிழ்ல, விக்ரம் கூட நடிச்சிருப்பாரு. நான் தமிழ்ல இவரை பார்க்கவே இல்லை. நான் அதில் தான் ஃபர்ஸ்ட் டைம் அவரை பார்த்தேன். ഡിസ്ക്രിപ്ഷനിൽ വാച്ചിന്റെ സ്പെക്സിന്റെ കാശ് കയറ്റം മറക്കണ്ട. பயங்கர மெட்டிகுலஸ். OPMV 831 2021. நான் எவ்வளோ பேர் கிரைம் தெரியுமா இது? இதுக்கு எவ்வளோ பேர் കാശ് കൊടുത്തിട്ട് இருப்பாங்க. അഡ്വക്കേറ്റ് വിശാലാക്ഷി. വേണു വക്കീൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ മൊണോപ്പൊളിയാണ്. എതിരാളികളില്ല. സിവിൽ കേസോ ക്രിമിനൽ കേസോ പോലെയല്ല ആക്സിഡന്റ് കേസ്. ഇവിടെ പ്രതിയോ പ്രതിക്കുള്ള ശിക്ഷയോ ഇല്ല. കോടതി വിധിക്കുന്ന തുക 7.5 ലക്ഷം. പെറ്റീഷണറും വക്കീലും പോലീസും ഡോക്ടറും പങ്കിട്ടെടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പിരിയാം. ഈ ലോകത്ത് 2 തരം ആളുകളേ ഉള്ളൂ. 425 രൂപ ഇருக்கு. ചൂഷണം ചെയ്യുന്നവരും. വന്നത് ഉടനെ ഡെബിറ്റ് ആയിடுச்சு. ഞാനിതിൽ ആദ്യത്തെ കാറ്റഗറി ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റൽ என்ன பப்ளிக் அப்படி கொடுத்துட்டு இருக்காங்க? അതെന്നവ് PC ജോസഫ്, ഒന്നാം സാക്ഷി, രണ്ടാം സാക്ഷി, ഡ്രൈവർ, വണ്ടി ഓണർ. ഓ ഇത് ഉണ്ണിക്കുള്ള 50 ഉണ്ട്. എന്നാ ശരി വക്കീലെ. ആ ശരി. മോനിപ്പോ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? പഠിത്തം കഴിഞ്ഞു. ആഹാ, എന്താ പഠിച്ചത്? LLB. ഓക്കെ. ഇപ്പൊ വക്കീല. ലൈറ്റ് ചെറുക്കായിடுச்சு. കമ്പനി ആവറേജ് ഒരു കേസിന് എത്ര കിട്ടും വക്കീലെ? നോർമലാണ് ആവറേജ്. എല്ലാം പഠിപ്പിച്ചു തന്നു മണ്ടൻ. ഇപ്പൊ നിന്ന് വേർക്കുന്നു. കഴിഞ്ഞല്ലേ? ഒരു മിനിറ്റ്. കഴിഞ്ഞു, തീർന്നു, പോയിക്കോളൂ. അതാ നല്ലത്. ஆனால் அது கான்டாக்ட்ஸ் கிடைக்கணும்ல, அவர் பில்ட் பண்ணிட்டாரு. നിങ്ങൾ എത്ര ജൂനിയേഴ്സ് ഉണ്ട്? ജൂനിയേഴ്സിനൊക്കെ കൊടുക്കാൻ മാത്രം കിട്ടുന്നുണ്ടോ വക്കീലിന്? ഒന്നും കിട്ടുന്നില്ല അല്ലേ? മാസം 20K വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെന്താ അറിയണ്ടേ? എല്ലാ ഇൻഫർമേഷനും കിട്ടി. നിങ്ങൾ മണ്ടനല്ല, கூட்டு வாங்கிட்டாரு. മരമണ്ടൻ. താങ്ക് യു. ഇനി എനിക്ക് വേണ്ടത് ഒരടിമയാണ്. ഓക്കെ. എനിക്കിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒരു പെറ്റി കേസ് കിട്ടാറുണ്ട്. ഒരു കേസ് 800 വെച്ചൊരു 10-12 കിട്ടും. നീ ഇതിൻ്റെ കുറവാണെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാവോ? ഈ MSCT കേസ് പിടിക്കുന്ന ചോദിക്കൊക്കെ അല്ലേ? അല്ല, അവക്കൊക്കെ ആയിരിക്കില്ല. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല. മന്ത്ലി 20,000 കിട്ടിയാൽ നീ ഓക്കെ ആണോ? ഞാൻ വല്ലതും കുടിച്ചിട്ട് വരാം. ഈ ഏരിയയിൽ കൊള്ളാവുന്ന 3 ഹോസ്പിറ്റൽസാണ്. ജനറൽ ഹോസ്പിറ്റൽ അടക്കം. അതിലേറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസസ് വരുന്നത് ഇവിടെയാണ്. മെർക്യൂറി ട്രോമ കെയർ. எனக்கு இந்த நரேஷன் ஸ்டைல் பிடிச்சிருக்கு. எனக்கும் பிடிச்சி. சூப்பரா பண்ணிருக்காங்க. இல்லை நம்ம ஸ்டோரி பிளாட்டே வந்துட்டு மாறிடுச்சு பாரு. நம்ம வேற ஏதோ நினைச்சிட்டோம்னா இங்க வந்து ஆமா, லாயர் மாரி தெரியல எனக்கு. டிடெக்டிவ் டிடெக்டிவ் ஸ்டைல், டாக்குமெண்ட்ரி ஸ்டைல் எடிட் பண்ணியிருக்காங்களா? இன்ட்ரெஸ்டிங்காக இருக்கு. பட் ஏன் அந்த கிராஃப்ட் தான் தெரியல. மேபி அது இப்படி சொல்கிறேன், இன்ட்ராக்டிவாக இருக்கணும்னு பண்ணுறாங்க அப்போலாம். ப்ராபப்ளி. நெக்ஸ்ட்டு இப்போ ஃபஸ்ட்டு வந்துச்சுல மாரி. ഒരു ചായ കുടിച്ചാലോ? ஒவ்வொரு ஃப்ரேமுக்கும் சைஸ் மாறிட்டே இருக்கு. நீ இது அப்படியா? அப்படியா? நானும் நோடிச்சு. இந்த பாரு, இந்த பக்கம் ஃபுல் ஆயிடுச்சா? பேக் சைடுல இருந்து காமிக்கும் போது ஃபுல்லா காமிச்சாங்க. அங்க பாரு, ஹெட் இங்க வரைக்கும் தெரியுது. இன்ட்ரெஸ்டிங். யோப்பா, இந்த ஒரு பேஷண்ட் கூட கிடைக்கல. ആക്സിഡന്റ് ആണോ? അറിയില്ല മാഷെ. മെല്ലെ മെല്ലെ. ഡോക്ടർ, അത് മോനാണോ ആ പിങ്ക് ഷർട്ട്? ഒന്ന് മാറിക്കോ പ്ലീസ്. വടക്കൻ നൻപർമാർ എവിടെ വെച്ചായിരുന്നു? ബത്തേരിക്കടുത്ത്. ബസ്സായിരുന്നോ? ആ, പ്രൈവറ്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, ക്ലെയിം കിട്ടും. ഇതിപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് നല്ലൊരു എമൗണ്ടും ഉണ്ടാവും. ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. എക്സ്ക്യൂസ് മീ, ഒന്ന് വരുമോ? பாடி பிசிக்கெல்லாம் பார்த்தா போலீஸ் ஆஃபீஸர் അല്ല, ഈ വക്കാലത്തിലൊന്ന് സൈൻ ചെയ്താൽ ബാക്കി പേപ്പർ. അവന്റെ അപ്പ ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ സമയമുണ്ടല്ലോ. പേടിക്കണ്ട, ഇതൊരു പ്ലെനി പൊട്ടൻഷ്യലി പ്രൊസീജിയർ. തന്നോടല്ലടോ പറഞ്ഞത്. ഒന്നും ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. കണ്ണമറ തല്ലുതൊഴിക്ക് മേടിച്ചിട്ട് നമുക്ക് വേറെ പല വഴിയും നോക്കാന്ന്. அவங்க வந்துட்டாங்களா அதுக்குள்ள? മണിയേട്ടൻ എനിക്ക് തന്നത് 1000 രൂപയാണ്. ഒരു 2000 രൂപ തന്നു കഴിഞ്ഞാൽ അടുത്ത കേസ് ഞാൻ നിങ്ങൾക്ക് പിടിച്ചു തരാം. അതെന്ത് ചെയ്യുമ്പോ ആ മണിക്ക് 1000 രൂപ, ഞങ്ങൾക്ക് 2000 രൂപ വേണമെങ്കിൽ മതി. മണിയേട്ടനെ കാശിരാന്ന് തുടങ്ങിയിട്ട് കുറെ നാളായി.
ഒരുപാട് വിശ്വാസം. പരിപാടിയാണ്. ഇത് കോണാത്തിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത്. നീ വിശ്വസിക്കണ്ടാ അല്ലേ? ഇവിടെ വേറെ ആംബുലൻസ് ഉണ്ട്. ഈ Listening நீங்க பார்த்த மாதிரி இருக்கே. ഒന്നാ കിടക്കണ ഒമ്മിനിയും പിന്നെ എന്റെ ട്രാവലറും. Okay, നിങ്ങൾ വേണമെങ്കിൽ എനിക്കറിയില്ല. ഒമ്മിനിയുടെ മണ്ടനെ പിടിച്ചോ. പക്ഷെ മേജർ ആക്സിഡന്റ് എടുക്കണേ ഞാനാണ്. 2000 ഓക്കെ ആക്കാം, പക്ഷെ കേസ് നന്നാവണം. മനസ്സിലായില്ല. ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറോ മിനിമം ഒരു ഹെഡ് ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും. എന്റെ പൊന്നായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ആക്സിഡന്റ് ഒന്നുമല്ല. എനിക്ക് എന്ത് കിട്ടുന്നോ അത് ഞാൻ നിങ്ങൾക്ക് തരും. എല്ലാവരും ഹാപ്പി ആയിരിക്കണം. നമ്പർ നോട്ട് ചെയ്തോ. പറഞ്ഞോ. ലെഫ്റ്റ് ഹാൻഡ് നമ്പർ കൊടുത്തിട്ട് 12 മണിക്കൂറായി. എത്ര പേര് ചുരം കയറി വരുന്നതാ? ഒരു ആക്സിഡന്റ് പോലും നടക്കുന്നില്ലേ? உனக்கு கேஸ் வரன்னு சொல்லிட்டு மற்றவங்களை கேஸ் ஆக்கணும்னு பாக்குறியாப்பா? முட்டை எடுத்துட்டு பாத்ரூம்குள்ள போடாது. முட்டை மந்திரிக்க போறானோ? எங்க போடுறது? ஓ வெளியே வைக்கிறது போல. കാലിപ്പോ എങ്ങനെയുണ്ട്? அதே ആകെ ഒരു മരപ്പാ. பாம்பு வந்தா சாப்பிட்டு போயிருந்ததுக்காகவோ? அப்படியா? Probably yes. ഞാൻ ഇന്നലെ റോബിൻ പറഞ്ഞ അറിഞ്ഞേ. റോബിൻ പറഞ്ഞു. അവൻ വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. യെസ്, അവൾ അപ്സെറ്റ് ആണ്. അവൻ ആക്സിഡന്റ് കേസസിന്റെ കാര്യവും പറഞ്ഞു. ഷി വിൽ ടോർച്ചർ മീ നൗ. അതെല്ലാം വെറുതെ ഉണ്ടല്ലോ നിങ്ങൾ. அப்படியே அங்க போய் ஒளிஞ்சிட்டு இருந்தான். അവൾ എത്തിക്കഴിഞ്ഞു. നീ ഡിസ്കൗണ്ട് சொன்னாங்க. തുടങ്ങി. എടാ ഈ ആക്സിഡന്റ് കേസിനൊക്കെ കിട്ടുന്നത് ബ്ലഡ് മണിയാണ്. ഒരു ആക്സിഡന്റ് നടന്നാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ആ സമയത്ത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഉണ്ണി, ഇറ്റ്സ് നോട്ട് റൈറ്റ്. அப்போ உண்மையுமே ஆக்சிடென்ட் நடக்கிறது தான் இவங்க ஃபேக்கா யூஸ் பண்ணிக்கிறாங்களா? പോവാം. அப்ப அவங்களுக்கு நாமமா ஆக்சிடென்ட் ஆனவங்களுக்கு இல்ல இல்ல அவங்களுக்கு செட்டில் பண்ணுவாங்க. അച്ഛൻ്റെ ഫ്രണ്ട് കോഴിക്കോട് IT പാർക്കിൽ ഒരു ലോ ഫേം നടത്തുന്നുണ്ട്. ഞാൻ അവർക്ക് നിന്റെ റെസ്യൂമേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ആർ റെഡി ടു ഹയർ യു. 30K ആണ് സ്റ്റാർട്ടിംഗ് സാലറി. അമ്മയുടെ ആക്സിഡന്റ് കേസ് ഹാൻഡിൽ ചെയ്ത വക്കീല് ആ ഒരൊറ്റ കേസിന് മാത്രം ഉണ്ടാക്കിയെടുത്തത് 1.5 ലക്ഷം. നീ ഞാൻ പറയുന്നൊന്ന് ആദ്യം ശ്രദ്ധിച്ച് കേക്കോ. ஆஹா. വക്കീലെ വൈത്തിരിയിൽ ഒരു ഇടി നടന്നിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുക്കണേ. കറക്റ്റ് സമയത്ത് സുരേഷ് വിളിച്ചതുകൊണ്ട് ജ്യോതിയുടെ കയ്യിൽ നിന്ന് ഊരാൻ പറ്റി. அவங்க வேற ஆக்சிடென்ட்ல யூஸ் பண்றதில்ல. കാണാൻ പറ്റുന്നില്ല. அந்த ஆக்சிடென்ட்ல யூஸ் பண்ணிக்கிறாங்க அவ்வளவுதான். പതുക്കെ പോടാ. ഞാൻ അവളെ ഒഴിവാക്കിയ പൊതുസമൂഹം എന്നെ நீ ஆக்சிடென்ட் நடக்குது இல்ல, அங்க ஆக்சிடென்ட் ஆனவங்களுக்கு இன்சூரன்ஸ் கொடுக்காம இவங்க யூஸ் பண்ணிக்கிறாங்க. அதான் சொல்ல வரேன். ஏன்னா அவங்க இன்சூரன்ஸே போடுறது இல்ல. இவங்களா ஒரு இன்சூரன்ஸ் போட்டு பிடிக்கிறாங்க. இவனுக்கு ஆக்சிடென்ட் ஆயிட்டு ஹெட் இன்ஜுரி கேட்டான்ல. இல்ல இல்ல மைனர். റൂം നമ്പർ 24ലോട്ട് മാറ്റിയിട്ടുണ്ട്. അതെ എന്റെ കാശിന്റെ കാര്യം. மாசத்துக்கு 2000 தானே? ஆமா ஓகே. நினைக்கிறேன். இல்ல கேஸுக்கு 2000. கேஸுக்கு 2000. കിളവൻ ഭർത്താവ്, യങ് ഭാര്യ, സഞ്ജി, കുട്ടി. പ്രാരാബ്ധമുണ്ട്. നീ ഇവിടെ നിൽക്കും. ഒരു കുപ്പി വെള്ളം, 2 പഴം. പിന്നെ എടാ ഇങ്ങനെ ഫുട്പാത്തും ചാടി ഇറങ്ങിയത് ആകെ സീനാക്കിയത്. നമ്മുടെ വൈത്തിരി ജംഗ്ഷൻ വെച്ചാ ഭാരത് ഇൻഷുറൻസ് ഫുൾ കവറാ. തക്ക സൗദ് ബായി വെട്ടിച്ചു. இவங்கள்ட்ட இன்சூரன்ஸ் இருக்கு. ചേച്ചി, ഡോക്ടർ എന്ത് പറഞ്ഞു ചേച്ചി? മോൻ വല്ലതും കഴിച്ചോ ചേച്ചി? ഒന്നും കഴിച്ചില്ലായിരിക്കും അല്ലേ? ஏதோ சரியில்லையே. കഴിച്ചോ മോനെ? കുഴപ്പമില്ല, കഴിച്ചോ. വെള്ളം ദാ കുടിച്ചോ. ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. ദാ പഴം. എന്താ ഉദ്ദേശം? 2 പഴവും 1 ലിറ്റർ വെള്ളവും വാങ്ങിച്ചത് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ നീ? 2 ലക്ഷം രൂപ എന്നാ ഹസ്ബൻഡിനെ കൊണ്ട് വക്കാലത്തോ പിടിച്ചേരാ ഞാൻ. 2 ലക്ഷം രൂപ? அப்பா நமக்கு தெரிஞ்சிருக்கு போயிருக்கவே. 4 കൊല്ലം മുമ്പേ എൻ്റെ അച്ഛൻ്റെ കൈ ഫ്രാക്ചർ ആയപ്പോൾ വക്കീൽ ഞങ്ങൾക്കുന്നത് 1 ലക്ഷം രൂപയാ. ഇതിപ്പം ലെഫ്റ്റ് ലെഗിലെ ഫ്യൂമർ ബോണിന്റെ ഫ്രാക്ചർ, അതും മൾട്ടിപ്പിൾ ഫ്രാക്ചർ. അറിയാലോ? 2 വർഷം കൂടുതലല്ലേ മാം? ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിമൊക്കെ നല്ലോണം പിടിച്ചിട്ടാ ഇപ്പൊ തരുന്നത്. താൻ 2 തന്നാ ഞാൻ ഒപ്പിട്ടുതരാം, ഇല്ല ഞാൻ വേറെ വക്കീലിന് കൊടുക്കും. ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഐ തോട്ട്. അവരുടെ അപ്പൻ്റെ ഓടിച്ചാണെന്നല്ലേ പറഞ്ഞു? ഓടിച്ചായിരിക്കില്ല, അപ്പിശാശം ഓടിച്ചായിരിക്കും. 45,000 രൂപ. ஓ 45,000. ഹാപ്പി ആവട്ടെ. வந்ததுக்கு அப்புறம் தானே கொடுக்கணும். இவங்க வரதுக்கு முன்னாடி பே பண்ணிடுறது. காடி கொடுத்துட்டாங்களா? എന്താ സർ? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന അവരെ VIP റൂമിലേക്ക് മാറ്റിയിട്ടോ? ஓ வந்துட்டாங்க. சுராஜ் வந்துட்டாங்க டீம். அவங்கள்ட்ட கையில கேஷ் இருக்கு, இன்னும் பெட்டராக பண்ணுவாங்க. വെള്ളം കുടിച്ചോ. ചേച്ചി, നിങ്ങളിത് എന്ത് പണി കാണിച്ചേ? എന്താ റെഡിയാക്കാന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾ അഡ്വാൻസോടെ വന്നിരിക്കുന്നത്. റെഡിയാക്കാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, റെഡിയാക്കിയൊന്നുമില്ലല്ലോ. അതാ വേണു വക്കീൽ ചെയ്തു. അഡ്വാൻസ് അല്ല, അയാൾ ഫുൾ എമൗണ്ടും തന്നു. ഇത്രയ്ക്ക് നല്ല വക്കീലുള്ളപ്പോ പിന്നെ നിന്നെ അന്വേഷിച്ചിട്ട് എന്റെ തലയ്ക്ക് എന്തോ ഓളോ? என்னையா இது அண்டர்கிரவுண்ட் மாஃபியா மாதிரி ஏதாவது பண்ணிட்டு இருக்காங்க பாட்டுக்கு.
அவங்கள்ட்ட கையில் கேஷ் இருக்குமா, கேஷ் வச்சு விளையாடுறாங்க. സ്കോഡ് തറമാ കൊടുത്തിருக்காங்க സുരാജിங்க. വക്കാലത്തിന്റെ കോപ്പി ജാൻസി കൊണ്ടുവരും. ബാക്കി പേപ്പേഴ്സ് എല്ലാം നാളെ റെഡിയാക്കാൻ സാധിച്ച. ശരി. ഉള്ളൊക്കെ വന്നിരിക്കാரு. അതാണ് എന്നെ ശ്രീ മത്സ്യവതാര ക്ഷേത്രത്തിലൊന്നും വിടും. ഇനി ദൈവത്തിനെ കൊണ്ടേ പറ്റൂ. ഓക്കെ. നീ എന്താ വിചാരിച്ച് പെട്ടെന്ന് എല്ലാം കൂടെ എടുത്തങ്ങ് മറിക്കാന്ന്? ആഹാ, നൈസ് ഗേൾ. ഇവളെ ജോഗിന്റെ അടിയിലേക്ക് രക്ഷിക്കണം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. 4 മാസം 15 വർഷം 15 വർഷം പഴക്കമുള്ള മുതല ഒരു അറ്റാക്ക് വന്നാൽ തീരും. ഇത് നമ്മുടെ കേസിന്റെ നമ്പർ അല്ലേ? എന്താ ആരടാ ഈ നമ്മള്? നീ ആദ്യം അമ്പലത്തിൽ ചെന്ന് നല്ലോണം ഒന്ന് പ്രാർത്ഥിക്ക്. നമുക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ട്. വല്ല കേസെങ്കിലും കിട്ടിയാലോ? കേസും കിട്ടും, ക്ലെയിമും കിട്ടും. മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുറകിലുള്ള ബിൽഡിങ്ങിലാണ് എന്റെ പ്രതിഷ്ഠ. ഭാരത് ഇൻഷുറൻസിന്റെ ജനറൽ മാനേജർ ആനി മാഡം. മാഡം കുറച്ച് ബിസിയാണ്. ഞങ്ങളുടെ റീജിയണൽ ഹെഡ് വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനിതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല, സർപ്രൈസ് ആയി പോയി. സാറ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ലെന്ന് എനിക്കറിയാം, ബട്ട് ബർത്ത്ഡേ ഇസ് സ്പെഷ്യൽ സർ. നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. താങ്ക്സ് ഫോർ കമ്മിങ് സർ. ഇറ്റ് വാസ് എക്സ്ട്രീംലി ഹാപ്പി. ഓ താങ്ക് യു ആനി. നൈസ് ഡിപ്ലോമാറ്റിക് ലേഡി. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ബിസി ഡേ ആയിരുന്നു മാം. രാജീവ്, പോളിസി ഡോക്യുമെന്റ് സെൻഡ് ചെയ്തോ? ഇല്ല മാം, നാളെ സെൻഡ് ചെയ്യാം. വാട്ട്സ് ദ ഡിലേ? സെൻഡ് ഇറ്റ് നൗ. ഓക്കെ. ഡിപ്ലോമാറ്റിക് ആൻഡ് അറഗന്റ്. കം. യെസ് മാം. ഡെഡ്ലി കോമ്പിനേഷൻ. മാം, ആ ഓട്ടോ ടാക്സിയുടെ സെറ്റിൽമെന്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് അദാലത്ത്. ഓക്കെ സ്വാതി, യു ഗോ വിത്ത് രാജീവ് ആൻഡ് ഡു ദാറ്റ്. മാം, നെക്സ്റ്റ് തേഴ്സ്ഡേ ഞാൻ ലീവ്. വൈ? അമ്മയുടെ ഷഷ്ടി പൂർത്തിയാ. സോ വീട്ടിലെ എല്ലാവരും. സി സ്വാതി, ഡോണ്ട് ബി റെസ്പോൺസിബിൾ. പിറന്നാളൊക്കെ അടുത്ത കൊല്ലം വരൂലേ? യു ഹാവ് ടു ഗോ. നോ എക്സ്ക്യൂസ്. എന്ത്? മാഡം സ്വാതിയോട് പറഞ്ഞതേ കാര്യമായിട്ട് പറയുകയും ചെയ്തു, എന്നാൽ ചൂടായതുമില്ല. വക്കീലിന് എന്താ എന്നോട് പറയാനുള്ളത്? മാം, ഞാനിതൊരു വക്കീലായിട്ടല്ല പറയുന്നത്. ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ എല്ലാ വർഷവും ഇൻഷുറൻസ് അടയ്ക്കാറുണ്ട്. പക്ഷേ പല വക്കീലന്മാരും കള്ളക്കേസ് ഉണ്ടാക്കി ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാറുമുണ്ട്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? കാര്യമുണ്ട് മാം. എന്താ, ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഇത് ഇന്ന് രാവിലെ ഫയൽ ചെയ്തൊരു കേസിന്റെ നമ്പറാണ്. വൈത്തിരി ജംഗ്ഷനിൽ സൈഡിലും ഫുട്പാത്ത് ഉണ്ട്. പക്ഷെ ആക്സിഡന്റ് നടന്നിരിക്കുന്നത് കക്ഷി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് മാം, അത് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് അല്ലേ? കക്ഷിക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാ. ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു 15 ലക്ഷം രൂപ ക്ലെയിം എമൗണ്ട് വരും. പക്ഷേ മാം, എൻ്റെ ലോയർ വിചാരിച്ചാൽ നെഗ്ലിജൻസ് ഓഫ് ദ ക്ലെയിമന്റ് ഓൾസോ കോസ് ഫോർ ദി ആക്സിഡന്റ് എന്ന രീതിയിൽ ക്ലെയിം എമൗണ്ട് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. വേണു വക്കീലിനോട് എന്തെങ്കിലും ഉടക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ വക്കീലിന് ഈ കേസ് കിട്ടിയില്ല, അതുകൊണ്ട് വേണു വക്കീലിന് ഈ കേസ് കിട്ടരുത്, അതല്ലേ? വക്കീൽ ഈ കേസിന് അപ്പിയർ ചെയ്ത കക്ഷിക്ക് ക്ലെയിം മൊത്തം മേടിച്ചു കൊടുക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം മാം, ഞാനാണ് ഈ കേസിൽ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ലീഗലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഞാനിത് ഫിനിഷ് ചെയ്യും. അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം കക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ന്യായമായിട്ടുള്ള ഫീസ് മാത്രം മേടിച്ച് ഞാനിത് ക്ലോസ് ചെയ്യും. വക്കീൽ ഇപ്പൊ പറഞ്ഞ റിപ്ലൈ ഇല്ലേ, അതാ കുറച്ചു കൊല്ലം മുമ്പ് വേണു വക്കീലും എന്നോട് പറഞ്ഞു. താനായിട്ട് ഇവിടെ ഒരു ഡിഫറൻസും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണു വക്കീലിനെ പോലെ വേറൊരുത്തൻ. വക്കീൽ എണീക്ക്, ഞങ്ങൾക്ക് പോണം. ഇവിടെ കിട്ടാത്ത കേസിനാണ് കാശ് തരുന്നത്. ആ പെണ്ണുമ്പളെ വായന 4 ചീത്തയാണ് ആകെ കിട്ടിയത്. അത് മതിയോ? ഞാൻ എന്ത് ചെയ്യാനാണ്? വിളിച്ചു പറഞ്ഞ എന്റെ ഞാൻ കാശ് വെച്ചോളൂ. ഞാൻ വിളിച്ചു പറഞ്ഞ നടക്കൂല. കേസ് കിട്ടിക്കഴിഞ്ഞാൽ കാശ് തരാം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത തവണ സ്പോട്ടിലോട്ട് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ വിളിച്ചിരിക്കണം. എന്നെ മാത്രം. ஓகே, நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். பை பாய். பாய்.